അയ്യോ, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാ. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് നല്ല മുഴുത്ത മത്തി കിട്ടിയായിരുന്നു. ആ മത്തിയുടെ നല്ല അടിപൊളി പരിഞ്ഞിലിട്ടിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളി പരിഞ്ഞിലാണ്. ഇപ്പൊ എന്തായാലും മത്തി കിട്ടുന്നവർക്കെല്ലാം പരിഞ്ഞിലുണ്ട്. അപ്പൊ നമുക്ക് ഈ പരിഞ്ഞിൽ വെട്ടിച്ച് ഒരു സൂത്രം ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ പരിഞ്ഞിലെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി പരിഞ്ഞിലായിരുന്നെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്താൽ മതി. നമുക്കിതാ കൂടുതലും. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കാവേ. ആരെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. എപ്പോഴും നമ്മൾ പരിഞ്ഞിൽ റോസ്റ്റ് അല്ലേ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, ചുമ്മാ തിന്നാനും നല്ലതാണ്. മത്തിയൊക്കെ കിട്ടുന്ന സമയം എന്തായാലും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മത്തിയൊന്നും നമുക്ക് കിട്ടാനില്ല. ഇപ്പം എന്തായാലും നല്ല ഫ്രഷ് മത്തിയും നല്ല പരിഞ്ഞിൽ മത്തിയാണ്. അപ്പം നമുക്കിതെല്ലാം കുനുകുന വെട്ടിയെടുക്കാവേ. അപ്പം നമ്മുടെ പരിഞ്ഞിലെല്ലാം എന്ത് ചെയ്യും, നമ്മൾ നല്ല ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ നമ്മുടെ തേങ്ങ തിരുമ്മിയെടുത്തത് അതും കൂടെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി അത് നമുക്കൊരു ലേശം ഇട്ട് കൊടുക്കാം. ഇനി അത് മെയിനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം, അതാണ് അതിന്റെ ഹൈലൈറ്റ്. നമ്മുടെ മെയിനായിട്ട് അത് ചേർക്കാൻ പോകുന്ന ഐറ്റമാണ് കോഴിമുട്ട. അപ്പൊ നമുക്ക് എത്ര മുട്ട വേണമല്ലോ, ഇപ്പൊ ഈ ഇതിന്റെ അനുസരിച്ച് വേണം 2 3 മുട്ടയൊക്കെ എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. മുട്ട പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. 1 2 3 വേണ്ടവർക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഉപ്പെല്ലായിടത്തും പറ്റത്തില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കാം. നല്ലപോലെ അടിച്ച് യോജിപ്പിച്ച് കൊടുക്കാവേ. വേണ്ടല്ലേ, നല്ല സൂപ്പറായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്ര എടുത്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പച്ചമുളക് ഇടുന്നവർക്ക് ഇടാം. ഞാനിവിടെ പിള്ളേരും കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാൻ. ഇത് ഉടയാത്തതൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം. ഇനി നമുക്ക് ഇത് അടുപ്പത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ എടുക്കാം. എണ്ണ നല്ലപോലെ തട്ടി കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം ഫുൾ ഇതിനകത്ത് ഇത് നമ്മൾ അടച്ചു വെച്ച് നമ്മുടെ സാധനം പൊങ്ങി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടുക എന്നുള്ള ടാസ്ക്കാണ്. അത് തിരിഞ്ഞ് വരുമോ എന്നറിയില്ല, നോക്കാം. മിക്കവാറും അത് പോവും. അപ്പം നമുക്ക് ഇത് 4ആയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. അല്ലാതെ ഇത് തിരിഞ്ഞ് വരത്തില്ല. സാധാരണ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം അത് തിരിഞ്ഞ് വരാൻ ഇച്ചിരി പാടാണ് എനിക്ക്. അങ്ങനെ തിരിച്ചിരുന്നവർക്ക് അങ്ങനെ ഇടാം. വേവിച്ചെടുക്കണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് മരിച്ചെടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ പരിഞ്ഞില് മുട്ട സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോ പീസ് നമുക്ക് എടുക്കാവേ. നമ്മുടെ മുട്ട പരിഞ്ഞില് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പുതിയ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കുറെ വട്ടം ടേസ്റ്റ് ചെയ്തിട്ടുള്ളയാ, എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അയ്യോ, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാ. ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇവക്കും കൂടി ഇച്ചിരി കൊടുക്കട്ടെ. അതിലേക്ക് കട്ട് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ.